ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ പുതിയ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ വർഷത്തിലെ 100 കോടിയിലധികം കളക്ഷൻ നേടിയെടുത്ത മലയാളം സിനിമകളിൽ ഒന്നാണല്ലോ ഉണ്ണി മുകുന്ദൻ നായകനെത്തിയ മാർക്കോ. വലിയ കളക്ഷൻ നേടിയെടുത്ത സിനിമ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കവേ സിനിമ കൊറിയയിൽ കൂടി റിലീസ് ചെയ്യുമെന്നൊരു റിപ്പോർട്ടുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോഴത്തെ ആ കൊറിയൻ റിലീസിനെ കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കൊറിയയിലെ ഒരു ഫിലിം ഫെസ്റ്റിവലിലാണ് സിനിമ ഉടനെ തന്നെ പ്രദർശിപ്പിക്കാനായിട്ട് ഒരുങ്ങുന്നത്. അങ്ങനെ മാർക്കോ കൊറിയൻ സിനിമാ പ്രേമികൾക്ക് മുന്നിലേക്കും എത്തപ്പെടാനായിട്ട് ഒരുങ്ങുകയാണ്. വിജയ് നായകനെ എത്തുന്ന ജനനായകൻ അടുത്ത വർഷം പൊങ്കൽ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന തമിഴ് സിനിമയാണല്ലോ. ചിത്രത്തിലെ നായിക കൂടിയായ പൂജ ഹെഗ്ഡെയുടെ സിനിമയിലെ ചിത്രീകരണമെല്ലാം തന്നെ പൂർത്തിയാക്കപ്പെട്ടിരിക്കുകയാണ്. ആഴ്ചകൾക്ക് മുന്നേ വിജയുടെ സിനിമയിലെ ഷെഡ്യൂളെല്ലാം തന്നെ പൂർത്തിയാക്കപ്പെട്ടിരുന്നു. ജനനായകൻ എന്ന സിനിമയുടെ വിജയ് ജന്മദിന സ്പെഷ്യൽ അപ്ഡേറ്റുകൾ അണിയറയിൽ ഒരുങ്ങുകയാണ്. ഈ വീക്കെൻഡിൽ അപ്ഡേറ്റുകൾ വരുന്നതാണ്. കാത്തിരിക്കാം അപ്ഡേറ്റുകൾ കേട്ട്. ജയിലർ 2 തമിഴിലെ തന്നെ അടുത്ത വലിയ സിനിമയാണല്ലോ. രജനികാന്തിന്റെ നായകനാക്കി നെൽസൺ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ഷൂട്ടിംഗ് അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ ഈ വരുന്ന ജൂൺ 19-ാം തീയതി അല്ലെങ്കിൽ ജൂൺ 20-ാം തീയതി സിനിമയുടെ ഏറ്റവും പുതിയ ഷെഡ്യൂൾ ഷൂട്ട് ആരംഭിക്കും. മൈസൂരിലാണ് സിനിമയുടെ ഏറ്റവും പുതിയ ഷെഡ്യൂൾ ആരംഭിക്കുക. തുടർന്ന് സിനിമയ്ക്ക് ശ്രീലങ്കയിൽ ഒപ്പം തന്നെ ചെന്നൈയിലെല്ലാം തന്നെ ഷൂട്ടിംഗ് ഉണ്ട്. കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ വാർത്തകൾക്ക്. ഈ ആഴ്ച ജൂൺ 20-ന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ തെലുഗു സിനിമയാണ് കുബേര. തെലുഗു, തമിഴ്, ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകളിലെത്തുന്ന സിനിമയിൽ ധനുഷ്, നാഗാർജുന തുടങ്ങിയവർ പ്രധാന റോളുകളിലെത്തുന്നു. സിനിമയുടെ കേരള ബുക്കിംഗ് നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. സിനിമയുടെ കേരള വിതരണം സ്വന്തമാക്കിയിരിക്കുന്നത് ദുൽഖറിന്റെ പ്രൊഡക്ഷൻ ഹൗസാണ്. കാന്ത ദുൽഖർ കേരളത്തിൽ വിതരണം ചെയ്യുന്ന അടുത്ത ദുൽഖർ നായകനായി എത്തുന്ന സിനിമയാണല്ലോ. ചിത്രം ഓഗസ്റ്റ് 1-ാം തീയതി തിയേറ്ററുകളിലേക്ക് ചാർട്ട് ചെയ്ത് കഴിഞ്ഞുവെന്നാണ് കഴിഞ്ഞ ദിവസം പ്രേക്ഷകരെ അറിയിച്ചത്. ഇപ്പോഴത്തെ അതേ ഓഗസ്റ്റ് ആദ്യ ആഴ്ച തന്നെ ദുൽഖർ വിതരണം ചെയ്യേണ്ട മമ്മൂട്ടി കമ്പനിയുടെ സിനിമ കൂടി തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ട്. അത് കളങ്കാവൽ എന്ന സിനിമയാണ്. ഓഗസ്റ്റ് ആദ്യ ആഴ്ചയായിരുന്നു സിനിമയുടെ തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ദുൽഖർ മമ്മൂട്ടി സിനിമകളുടെ ക്ലാഷ് ഒരേ സമയം തിയേറ്ററുകളിൽ ഒരുപക്ഷെ നാം കണ്ടേക്കും. ഇനി അഥവാ കളങ്കാവൽ എന്ന സിനിമ കാന്ത എന്ന സിനിമയുടെ റിലീസ് കാരണം മാറ്റുകയാണെങ്കിൽ തന്നെ ഓഗസ്റ്റ് മധ്യത്തിലേക്ക് നീളുമോ എന്നത് സംശയകരമാണ്. കാരണം ഓഗസ്റ്റ് അവസാനത്തോടെ ഓണച്ചിത്രങ്ങൾ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. കാത്തിരിക്കാം കളങ്കാവലിന്റെ കൂടുതൽ വാർത്തകൾക്ക്.